കണ്ണൂർ കുറുമാത്തൂരിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. തളിപ്പറമ്പ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? അമ്മ കുഞ്ഞിനെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ലക്ഷ്മി, ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് കാരണം എന്നത് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നില്ല. പോലീസ് അക്കാര്യങ്ങൾ പിന്നീട് പറയാം എന്നൊരു നിലപാടിലാണ് ഉള്ളത്. ഏതായാലും പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ അമ്മ കുറ്റം സമ്മതിച്ചിരുന്നു, കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലുകയായിരുന്നു എന്ന്. പിന്നീട് പക്ഷേ പോലീസ് കൃത്യമായി ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അതെല്ലാം പൂർണ്ണമായും ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഏതായാലും പോലീസ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. തളിപ്പറമ്പ് ഡിവൈഎസ്പി, CI തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം എന്നതിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് ഈ ഘട്ടത്തിൽ അത് പുറത്ത് പറയാൻ തയ്യാറായിട്ടില്ല. അത് പിന്നീട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച രാവിലെ 9:30 കുറുമാത്തൂർ പൊക്കുണ്ടിലെ 49 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചതായുള്ള വാർത്ത പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കയ്യിൽ നിന്ന് വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നതായിരുന്നു കുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടുത്തെ ഒരു സാഹചര്യം വിലയിരുത്തിയ പോലീസ് അതിനുള്ള സാധ്യത തള്ളിക്കളയുകയായിരുന്നു. കാരണം ഗ്രില്ലിട്ട് മൂടി അതിന് മുകളിൽ ഒരു വലയൊക്കെ ഉണ്ടായിരുന്ന കിണറാണ്. ആ കിണറിൽ നിന്ന് തൊട്ടിയും കയറും ഉപയോഗിച്ച് ഇത്തരത്തിൽ വെള്ളം എടുക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിരീക്ഷിച്ച പോലീസ് അത് ഒരു കൊലപാതകമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിരുന്നു. പിന്നീട് വനിതാ പോലീസ് എത്തി ഈ അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അവരെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്തതോടുകൂടിയാണ് ഇത് കൊലപാതകമാണ് എന്ന് പോലീസിനോട് അവർ ഇന്നലെ സമ്മതിക്കുന്നത്. അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുക എന്നതായിരുന്നു പിന്നീട് പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ ഈ കിണറിൽ ഉൾപ്പെടെ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തുകയും കൃത്യമായ എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷമാണ് അല്പസമയം മുൻപ് തളിപ്പറമ്പ് പോലീസ് ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഇനി കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തന്നെ ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്ന്.